ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു ഊണ് റെഡിയാക്കി എടുത്താലോ. ഒരു പ്യുവർ വെജിറ്റേറിയൻ ഊണ്, നല്ല മോര് കാച്ചിയതും വെജിറ്റേറിയൻസിൻ്റെ ഫിഷ് ഫ്രൈയും, പിന്നെ അതുപോലെ അവിയൽ, പിന്നെ മുളക് പപ്പടം, ഇതൊക്കെ കൂട്ടി നമ്മൾ ചോറ് കഴിച്ചിട്ട് ഒത്തിരി കാലമില്ല. നമ്മളെപ്പോഴും നോൺ വെജ് ഭക്ഷണമാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. ചിക്കൻ, ഫിഷ്, പിന്നെ ബീഫ്, ഇതൊക്കെ കൂട്ടിയുള്ള ഊണാണ് നമ്മളെപ്പോഴും കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നല്ലൊരു വെജിറ്റേറിയൻ മീൽ കഴിച്ചാൽ അതിൻ്റെ തൃപ്തിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മോര് കറിക്കുള്ള 2 കപ്പ് തൈര് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വേപ്പില ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, 3-4 പച്ചമുളക് പിളർന്നത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. നല്ല മണമൊക്കെ വരും മഞ്ഞൾപ്പൊടിയുടെ, ആ സമയം വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഈ വെള്ളം ഏകദേശം പകുതി വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാനുള്ളത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നല്ല പച്ച വേപ്പില ചേർക്കുക. അതിനുശേഷം 2-3 വറ്റൽമുളക് ഇതിലേക്ക് മുറിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ 4-5 ചെറുള്ളി ഇതിലേക്ക് ചേർക്കുക. ചെറുള്ളി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ വേവിക്കാൻ വെച്ച പച്ചമുളകും സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് ചേർത്ത് കഴിഞ്ഞാൽ മോര് കാച്ചിയത് റെഡിയായി. മാരിനേഷന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പച്ചമുളക് ഒരു ജാറിലേക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് 2 ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ടേസ്റ്റിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പോൾ ഞാനത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ അരപ്പാണ് നമ്മൾ വെജിറ്റേറിയൻസിന് വേണ്ട മീനിന് മാരിനേറ്റ് ചെയ്യണത്. മീൻ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു പച്ചക്കായയാണ് ഞാൻ മീനായിട്ട് എടുത്തിരിക്കുന്നത്. ഫിഷിന് വേണ്ടിയിട്ട് പച്ചക്കായാണ് എടുത്തത്. അതിൻ്റെ അറ്റം മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 6 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 അറ്റവും നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു കറി അതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ 6 പീസ് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ മീൻ കഷ്ണങ്ങളിൽ പുരട്ടുന്നത് പോലെ തന്നെ നന്നായിട്ട് പുരട്ടി വെക്കാം. കൂടുതൽ ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. പിന്നെ ആ 2 പച്ചക്കായ കഷ്ണങ്ങളും ബാക്കി കുറച്ച് ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ചേർത്ത് ഞാനൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അതിപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടി നീളത്തിലരിഞ്ഞിട്ട് എരിവിനുള്ള പച്ചമുളകും ചേർത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേകുവോളം വേവിക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കുക. മഞ്ഞൾപ്പൊടിയും
മുളക് പൊടിയും ഈ വെള്ളമൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഷ്ണങ്ങളൊക്കെ വേഗോളം വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുള്ളിയും കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് മുരിങ്ങയില ഉണ്ടായതുകൊണ്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾ ചേർക്കണമെന്നില്ല. കയ്യിലുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്, കുറച്ചുകൂടി ഹെൽത്തി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുരിങ്ങയിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, അതായത് തേങ്ങ ഒന്ന് ചൂടാവുന്നത് വരെ കുക്ക് ചെയ്യുക. തേങ്ങ ചൂടായി കഴിയുമ്പോഴേക്കും തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പച്ചവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അവിയൽ റെഡിയായി. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പപ്പടം മുളകിട്ട് വറുക്കാൻ പോവുകയാണ്. അതിന് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ പപ്പടം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ മുളക് ചേർക്കുന്നത്. പപ്പടം എല്ലാ ദിവസവും വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പപ്പടം മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി, തരിയായി പൊടിച്ച മുളക് പൊടി തൂവി കൊടുക്കുക. ഇപ്പം മിക്സ് ചെയ്യരുത്, നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ പപ്പടം റെഡിയായി. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മളുടെ ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ കഴിക്കണം, ചൂടോടുകൂടി കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എണ്ണ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അധികം കൂടുതൽ എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് 2 പുറവും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഊണ് കാലമായി. ഇനി നമുക്കത് സെർവ് ചെയ്താൽ മതിയാവും. എല്ലാവരുടെയും വീടുകളിൽ ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ചോറ് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവിയൽ, പിന്നെ അതിന് ശേഷം ഫിഷ് ഫ്രൈ. ഒരു പച്ചക്ക കൊണ്ടാണ് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി അവിയലും ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പച്ചക്കായ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാം. പിന്നെ പപ്പടം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും സെർവ് ചെയ്യാം. പിന്നെ നമ്മളുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള മോര് കാച്ചിയത് ചോറിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ച് കഴിച്ചാൽ ഇത്രയും തൃപ്തിയായിട്ടുള്ള ഒരു ഊണ് വേറെ ഇല്ല. വളരെ ഡെലീഷ്യസ് ആണ്. മീൻ ഫ്രൈയും നല്ലതാണ്, അവിയലും നല്ല രുചിയാണ്. ഈ മോര് കാച്ചിയത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 8 മിനിറ്റ് കൊണ്ട് നമ്മളുടെ മീൽ റെഡിയായി. നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് മീലുണ്ടാക്കി കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.